ബാബുൻ ഫിസ് സബരി എന്ന് പറഞ്ഞിടത്ത് നമ്മൾ പൂർണ്ണമായ ഒരാശയം പറഞ്ഞു. ഇത് ക്ഷമയുടെ വിഷയത്തിൽ പറയുന്ന അധ്യായമാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു. അതും അങ്ങനെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, പൂർണ്ണമായ ഒരാശയം കിട്ടി. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച കൂട്ടക്കാരെ, വിശ്വസിച്ചവരായ ഒരു വിഭാഗം ആളുകളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, വസാബിറു, നിങ്ങൾ ക്ഷമ കൊണ്ട് മുൻകടക്കുകയും വേണം, വറാബിത്തു, നിങ്ങൾ യുദ്ധത്തിൽ സ്ഥിരപ്പെടുകയും വേണം. അപ്പോൾ ഈ വിഷയം സ്വബർ വേണമെന്നതും മുസാബറത്ത് വേണം, റിബാത്ത് വേണം, യുദ്ധത്തിൽ സ്ഥിരപ്പെടണം എന്നുള്ള വിഷയം അള്ളാഹു പറഞ്ഞു. പൂർണ്ണമായ ആശയായി. ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഫിഇൽ എവിടെയാണ്, ഫായിൽ എവിടെയാണ്, മഫൂൽ എവിടെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ബാബുൻ ഫിസ് സബ്രി എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്മിയായ ജുംലയാണ്. ഹാദാ ബാബുൻ ഫിസ് സബ്രി ഒരു ഇസ്മിയായ ജുംലയാണ്. ഖാല അല്ലാഹു തആല എന്ന് പറഞ്ഞ ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. ഖാല മാദിയായ ഫീലാണ്, ഫീലിയായ ജുംലയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഇസ്ബിറു അത് ഫീല, വസാബിറു അതും ഫീല, റാബിത്തു അതും ഫീല. അപ്പോൾ ഇത് ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്. അതും എന്താണ്, വിളിച്ചുകൊണ്ടുള്ള സംസാരമാണ്. അപ്പോൾ അത് യാ എന്നുള്ളത് ഹർഫ്, വിളിക്കുന്ന നിദയുടെ ഹർഫാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. അതുപോലെ വഖാല തആല, ഇവിടെയും അത് ഫീലിയ ജുംലയാണ്. അല്ലാഹു തആല പറഞ്ഞു, വലനബ്ലുവന്നക്കും, തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളെ, അടക്കും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് പരീക്ഷിക്കുക? ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ കാര്യങ്ങൾ എന്തിൽ നിന്നുമുള്ള, അതിൻ്റെ വിശദീകരണമാണ് മിനൽ ഖൗഫി, പേടിയാൽ, വൽ ജൂഇ, വിശപ്പിനാൽ, വനഖ്സിൻ, കുറവ് വരുത്തലിനാൽ. എന്തിനെ കുറവ് വരുത്തുക? മിനൽ അംവാൽ, സമ്പത്തുകളിൽ നിന്നും കുറവ് വരുത്തുന്നതിനാൽ, വൽ അംഫുസ്, നിങ്ങളുടെ ആൾബലങ്ങളിൽ നിന്നും കുറവ് വരുത്തുന്നതിനാൽ, സമറാത്ത്, നിങ്ങളുടെ പഴവർഗ്ഗങ്ങൾ, നിങ്ങൾ കൃഷി ചെയ്ത പഴങ്ങൾ കുറവ് വരുത്തുന്നതിനാൽ, വിളക്ക് നാശം വരുത്തുന്നതിനാൽ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, വബശ്ശിർ, നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത പറയണം. വബശ്ശിരി എന്ന് പറയാം, കാരണം അത് ശേഷം ഉള്ള സുക്കൂന് വരുന്നത് കൊണ്ടാണ് രീന്ന് കൊടുത്തത്. വബശ്ശിർ എന്നുണ്ടാകുക അമ്ര. വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് സ്വർഗമുണ്ട്. ക്ലിയർ അല്ലേ? എവിടെ ഷംന? അടുത്ത നോക്ക് നിങ്ങൾ. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നമാ, തീർച്ചയായും, യുവഫ, പൂർത്തീകരിച്ചു കൊടുക്കപ്പെടും, അസ്വാബിറൂൻ, ക്ഷമിക്കുന്നവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കപ്പെടും, അജ്റഹും, അവർക്ക് പ്രതിഫലത്തിനെ, ബിഗൈരി ഹിസാബിൻ, കണക്കില്ലാതെ. ഇന്നമാ, ഇതാണ് തീർച്ചയായും, യുവഫ, പൂർണ്ണമാക്കി കൊടുക്കപ്പെടും, നൽകപ്പെടും, അസ്വാബിറൂൻ, ആരാ കൊടുക്കുന്ന ആൾ? അല്ലാഹു തആല കൊടുക്കും. ആർക്ക് കൊടുക്കും? ക്ഷമിക്കുന്നവർക്ക് നൽകപ്പെടും. അപ്പോൾ ഫായിൽ അവിടെ പറഞ്ഞില്ല, ഇത് മജ്ഹൂലാണ്. വഫാ യുവഫി, വുഫിയ യുവഫ എന്നാണ് മജ്ഹൂൽ. ഫുഇല യുഫഅലു, ഫഅല യുഫഇലു, മജ്ഹൂല് ഫുഇല യുഫഅലു. അസ്സാബിറൂൻ നായിബ് ഫായിലാണ്, വാവ് കൊണ്ടാണ് റഫ്. സാബിറുൻ, സാബിറാനി, സാബിറൂന, വാവ് കൊണ്ട് റഫ്. അജ്റഹും രണ്ടാമത്തെ മഫൂലാണ്.
യുവഫ എന്നുള്ളതിന് രണ്ടാം മഫൂൽ. എന്താണ് അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കപ്പെടുക? എന്തിനെയാണ് പൂർത്തീകരിച്ചു കൊടുക്കപ്പെടുക? അജ്റഹും. അത് തന്നെ എങ്ങനെയാണ് കൊടുക്കപ്പെടുക? ബിഗൈരി ഹിസാബിൻ, കണക്കില്ലാതെ. അപ്പൊ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആയത്തിൽ കണക്കില്ലാതെ അവർക്ക് പ്രതിഫലത്തിനെ അള്ളാഹു പൂർണ്ണമാക്കി കൊടുക്കപ്പെടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ആയത്തോക്കെ അല്ലേ? ഷംന, ഇനി നോക്കണേ. വഖാല തആല, അല്ലാഹു തആല പറയുകയാണ്, വ ല മൻ, തീർച്ചയായും ഒരാൾ. ല എന്നുള്ളത് തഅ്കീദിന് വേണ്ടി വന്നതാണ്. സ്വബറ, അവൻ ക്ഷമിച്ചിരിക്കുന്നു. വ ഗഫറ, അവൻ മാപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഒരാൾ. എന്നാൽ ഇന്നദാലിക, തീർച്ചയായും അത്, അങ്ങനെ ചെയ്യൽ, ലമിൻ അസ്മിൽ ഉമൂർ, അത് കാര്യങ്ങളെ ദൃഢമായി നിശ്ചയിക്കുന്ന, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ആളുകളുടെ കാര്യത്തിൽപ്പെട്ടതാണ്. സാധാരണ ആളുകൾക്ക് ക്ഷമിക്കാനും മാപ്പ് നൽകാനും കഴിയില്ല. അപ്പോൾ ദൃഢചിത്തരായ ആളുകൾ, നല്ല ഉറപ്പുള്ള മനസ്സിന്, നല്ല ഏത് പ്രതിസന്ധിയിലും ഉലയാതെ തകരാതെ ഉറപ്പോടുകൂടെ നേരിടാൻ പറ്റുന്ന ആളുകൾക്ക് ഉള്ള പ്രത്യേകതയാണ് അത്. അപ്പോൾ ക്ഷമിക്കുക, മാപ്പ് നൽകുക, അത് അസ്മ് ചെയ്യുന്ന, ദൃഢനിശ്ചയമെടുക്കുന്ന വിഷയത്തിൽ പെട്ടതാണ്. സാധാരണ ആളുകൾക്കത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ക്ലിയർ അല്ലേ? വഖാല തആല, ഇസ്തഈനൂ, നിങ്ങൾ സഹായം തേടുക, ബിസ്സബ്രി, ക്ഷമ കൊണ്ട്, സ്വലാത്ത്, നിസ്കാരം കൊണ്ടും, ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുക. കാരണം ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു തആല. അപ്പോൾ ക്ഷമയുടെ മഹത്വം വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വൽ ആയാത്തു, ആയത്തുകൾ, മുബ്തദ, ഫിൽ അംരി ബിസ്സബ്രി, ക്ഷമ കൊണ്ട് കൽപ്പിക്കുന്ന വിഷയത്തിലുള്ള ആയത്തുകൾ, വ ബയാനി ഫദ്ലിഹി, ക്ഷമയുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്നത് കൊണ്ടുമുള്ള ആയത്തുകൾ, കസീറത്തുൻ, ധാരാളമുണ്ട്, മഅറൂഫത്തുൻ, അറിയപ്പെട്ട കാര്യവുമാണത്. ഇനിയുണ്ട് ഒരുപാടെല്ലാം, ഇവിടെ പറയുന്നില്ല. ഇവിടെ അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ക്ഷമയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ ക്ഷമയുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ടെങ്കിൽ, പക്ഷെ അതൊക്കെ ഇവിടെ പറയുന്നില്ല. എല്ലാവർക്കും അറിയപ്പെട്ട, സർവത്ര അംഗീകാരമുള്ള ആയത്തുകളൊക്കെയാണത്. ഇനി ക്ഷമയെക്കുറിച്ച് നമ്മളൊരു നിർവചനം പറയുകയാണെങ്കിൽ, ഇവിടെ അടിയിൽ എഴുതിയത് നിങ്ങൾ നോക്ക്, ഇത് കുറച്ച് ഗുണമുണ്ട്. ഹബ്സുൻ നഫ്സി അലാമാ തക്റഹു, നീ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൻ്റെ മേൽ ശരീരത്തിനെ പിടിച്ചു നിർത്തുക, തടഞ്ഞു വെക്കുക. വഹുവ സലാസത്തു അഖ്സാം, അത് 3 വിധമുണ്ട്. ഒന്ന്, അസ്സബ്റു അലാ ഫിഅലി ത്വാഅത്തി വൽ അവാമിർ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, നന്മകൾ പ്രവർത്തിക്കുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക.
മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹ് കൽപ്പിച്ചു ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, എന്നാലും അത് ചെയ്യാം. അപ്പം അവിടെ ചെയ്യാതിരിക്കലല്ല ചെയ്യേണ്ടത്, അത് ചെയ്യണം. ഇവിടെ അതാണ് ക്ഷമ. അസ്വബറു അല തെർക്ക്, രണ്ടാമത്തത് അസ്വബറു അല തെർക്കിൽ മുഹറമാത്ത് വശഹവാത്ത്, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക. ചിലപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടാവും, ഹറാമായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് ചെയ്യാതെ ഉപേക്ഷിക്കുക, അതിന് ക്ഷമിക്കുക. മൂന്നാമത്തത് നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ, മുസീബത്തുകൾ, പരീക്ഷണങ്ങളുടെ മേൽ ക്ഷമിക്കുക. ഇങ്ങനെ 3 തരം ക്ഷമകളാണുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വമാ അജ്മല മാ ഖാലഹു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കണേ. മാ അസാബത്നി മുസീബത്തുൻ, എനിക്ക് ഒരു പ്രയാസവും എത്തിയിട്ടില്ല, ഇല്ലാ വജത്തു ഫീഹാ സലാസ നിഅമിൻ, ആ പ്രയാസത്തിൽ ഞാൻ 3 അനുഗ്രഹങ്ങളെ കണ്ടിട്ടല്ലാതെ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസവും തന്നിട്ടില്ല, അതിൽ എനിക്ക് 3 അനുഗ്രഹം നൽകിയിട്ടല്ലാതെ. അൽ അവ്വലു, ഒന്നാമത്തത്, അന്നഹ, ആ പ്രയാസം, ലം തകുൻ ഫീ ദീനി, എൻ്റെ മതപരമായ വിഷയങ്ങളിൽ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ എൻ്റെ മതപരമായ കാര്യങ്ങൾക്ക് കോട്ടം വരുന്ന രൂപത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തത്, അന്നഹ ലം തകുൻ അഅ്ളമ മിമ്മാ കാനത്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലുതുമായിട്ടില്ല. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എന്തുമായിട്ടില്ല? വലുതും ആയിട്ടില്ല. അപ്പോൾ വലുതന്നെ ആയിരിക്കും, പക്ഷെ അദ്ദേഹം അത് വലുതായിട്ട് കാണുന്നില്ല. അങ്ങനെ തന്നെ നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ അളവുകോല് കൊണ്ട് അളക്കാൻ പാടില്ല. ഓ ഭയങ്കര പ്രയാസമായി, ഇന്നലെ ഉണ്ടായതിനേക്കാളും കൂടുതൽ പ്രയാസമാണ് ഇന്ന്, അങ്ങനെയൊക്കെ. അൽഹംദുലില്ലാ, അത്രയല്ലേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് എത്രങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. അസാലിഫു അന്നല്ലാഹു വഅദ അലൈഹ ബിൽ അജ്രി വസ്സവാബിൽ അലീം, മൂന്നാമത്തത്, അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ പ്രതിഫലം നൽകുമെന്ന്. അപ്പം 3 അനുഗ്രഹങ്ങൾ, എനിക്കൊരു മുസീബത്ത്, ഒരു അപകടം, ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ, 3 അനുഗ്രഹങ്ങൾ ഞാൻ അതിൽ കാണും. അപ്പം നമ്മളും അങ്ങനെ ചെയ്യാം. ക്ലിയർ അല്ലേ? എവിടെ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കണേ, ഹദീസിലേക്ക് പോവാം. 25. വഅൻ അബി മാലിക്കിൻ അൽ ഹാരിസ് ഇബ്നു ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തുഹൂറു ശത്രുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർള് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ളിയാഉൻ വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക
കുല്ലുന്നാസി യഗ്ദൂ ഫബായിഉൻ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മൂബിഖുഹാ റവാഹു മുസ്ലിമുൻ. ഓക്കേ, നോക്കാം. അബൂ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തുഹൂറു ശുദ്ധി വരുത്തുക, ശത്രുൽ ഈമാൻ അത് ഈമാനിന്റെ പകുതിയാണ്. ഈമാനിന്റെ പകുതിയാണ്. വുളൂ ചെയ്യുക, വൃത്തിയാവുക, കുളിക്കുക, നജസ്സുകൾ ഉണ്ടെങ്കിൽ അത് മാലിന്യങ്ങൾ നീക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൃത്തിയുടെയും ശുദ്ധിയുടെയും മതമാണ്. ഇസ്ലാമിലെ കാര്യങ്ങൾക്ക് ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ശുദ്ധി വരുത്തുക. അപ്പൊ ശുദ്ധിയോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസാണ്. എപ്പോഴും ഉദുവോടുകൂടെ നമ്മൾ ഇരിക്കണം. അത് ചിലപ്പോൾ നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. അപ്പം ആ പ്രയാസത്തിൻ്റെ മേൽ നമ്മൾ ക്ഷമിക്കണം. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നത് തംലഉ അത് നിറക്കുന്നതാണ്. അൽ മീസാൻ മീസാൻ നിറക്കും. മീസാൻ എന്ത് ചെയ്യും? നിറക്കും. അപ്പൊ അത്രയും പ്രതിഫലമുള്ള ഒരു പദമാണ് അൽഹംദുലില്ലാഹ്. എപ്പോഴും നമ്മുടെ നാവിൽ അത് വന്നുകൊണ്ടിരിക്കണം. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന ഈ രണ്ട് പദങ്ങൾ തംല ആനി അത് രണ്ടും നിറക്കും. ഔ തംലൗ അല്ലെങ്കിൽ അത് നിറക്കും. രണ്ടും ഒറ്റ മീനിങ്ങിൽ ഒറ്റ പദമായി പരിഗണിച്ചുകൊണ്ട് ഔ തംലൗ അങ്ങനെയും പറയാം. മാ ഒന്നിനെ, ഒരു സ്പേസ്, ഒരു സ്ഥലത്തിനെ നിറക്കും. ബൈനസ്സമാവാതി വൽ അർള് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളതിനെ നിറക്കും. അത്രയും വലിയ അളവിൽ പ്രതിഫലം കിട്ടുന്ന ഒന്നാണ് ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ദിക്ർ ചൊല്ലുക, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ചൊല്ലുക. അതാണ് ഏറ്റവും പുണ്യകരം. ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചൊല്ലുക. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന പദം മീസാൻ നിറക്കും, തുലാസ് നിറക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്നത് ആകാശഭൂമികളെ ഇടയിലുള്ളതിനെ നിറക്കും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ദിക്ർ ചൊല്ലി ഇരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് മടുപ്പുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിലാണ് പറയുന്നേ. അപ്പം അതെന്ത് ചെയ്യുക? അതിൽ വഴിപ്പെട്ട് നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ ക്ഷമിച്ചു, കാര്യങ്ങൾ ചെയ്യും. അപ്പം അതിന് പ്രതിഫലം കിട്ടി, വലിയ പ്രതിഫലം, അളവറ്റ പ്രതിഫലമാണ് ആ ക്ഷമ നമ്മൾ ചെയ്തതിൻ്റെ പേരിൽ. വസ്സദഖതു സ്വതക്ക കൊടുക്കുക എന്നുള്ളത് അത് ബുർഹാനുൻ അത് എന്താണ്? ഈമാനിൻ്റെ എന്താ അതിൻ്റെ മുമ്പ് എന്താ ഉള്ളത്? വസ്വലാത്തു നിസ്കാരം നൂറുൻ അത് പ്രകാശമാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരു വെളിച്ചമാണത്. വിജയത്തിൻ്റെ വഴി നാളെ ഖിയാമത്ത് നാളിൽ നിസ്കാരം കൊണ്ട് ലഭിക്കും. വസ്വലാത്തു നിസ്കരിക്കുക മടുപ്പുള്ള കാര്യമാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രകൃതിക്ക്. അപ്പം അത് ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം. വസ്വദഖതു ദാനം ചെയ്യുക എന്നത് ബുർഹാനുൻ അത് ഈമാനിൻ്റെ ലക്ഷണമാണ്. ഒരു മനുഷ്യൻ്റെ മുതല് ആ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മുതല്. അപ്പം അത് ഇഷ്ടപ്പെട്ട ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനുണ്ട്, ഈമാന് വർദ്ധിക്കുന്ന, ഈമാനുണ്ട് എന്നതിൻ്റെ തെളിവാണ്, വലിയ തെളിവാണ്. കാരണം നാളെ പരലോകത്ത് അതിൻ്റെ വലിയ പ്രതിഫലം കിട്ടുമല്ലോ. അപ്പം സ്വതക്ക ചെയ്യുക എന്നുള്ളത് അത് ഈമാനിൻ്റെ ലക്ഷണമാണ്, ഈമാനുണ്ട് എന്നതിൻ്റെ തെളിവാണ്.
വസ്സബ്റു ളിയാഉൻ, ക്ഷമ എന്നുള്ളത് പ്രകാശമാണ്. ക്ഷമ എന്താണ്? വെളിച്ചമാണ്, പ്രകാശമാണ്. വൽ ഖുർആനു, പരിശുദ്ധ ഖുർആൻ, ഹുജ്ജത്തുൻ ലക, നിനക്ക് അനുകൂലമായ ഒരു തെളിവാണ്. ഖുർആൻ അനുസരിച്ച് ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നിന്റെ രക്ഷയ്ക്കും നിന്റെ വിജയത്തിനും അത് കാരണമാണ്. ഔ അലൈക, നീ അതിൻ്റെ ഇതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എതിരായി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഖുർആൻ. നിനക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു തെളിവായിരിക്കും. അപ്പം നമ്മൾ എന്താണ് ഖുർആൻ അനുകൂലമാക്കുക? അപ്പോൾ ഖുർആൻ ഓതണം, ക്ഷമ കൈക്കൊള്ളണം, സ്വതക്ക ചെയ്യണം, നിസ്കാരം നിർവഹിക്കണം, ദിക്റുകൾ ചൊല്ലണം, ശുദ്ധിയോടുകൂടെ ഇരിക്കണം. എപ്പോഴും കുല്ലുന്നാസി യഹുദു, എല്ലാ മനുഷ്യരും യഹുദു, അവൻ ജീവിതത്തിൽ എന്താകുന്നു? പ്രഭാതത്തിൽ പുറത്തിറങ്ങുന്നു. യഹുദു, എല്ലാ മനുഷ്യരും പ്രഭാതത്തിൽ പല ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നു. അങ്ങനെ ഫബായിഉൻ നഫ്സഹു, ചിലർ എന്ത് ചെയ്യുന്നു? അവൻ്റെ സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വിൽക്കുന്നു. ഫമുഅ്തിഖുഹ, അങ്ങനെ അള്ളാഹുവിന് അവൻ ശരീരത്തെ വിൽക്കുന്ന വഴി കാരണം കൊണ്ട് തൻ്റെ ശരീരത്തെ അവൻ മോചിപ്പിക്കുന്നു. അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ സ്വന്തം ശരീരത്തിനെ വിൽക്കുന്നത് എങ്കിൽ അവൻ്റെ ശരീരത്തെ അവൻ നരകത്തിൽ നിന്നും മറ്റും എന്ത് ചെയ്യുന്നു? മോചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഔ മൂബിക്കുഹ, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തെ അവൻ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുക? അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ശരീരത്തെ വിൽക്കുന്നില്ല. അവന് ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്? പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പിന്നെ അവൻ്റെ ശരീരത്തെ അവൻ നശിപ്പിക്കുകയാണ്. മുഅ്തിഖുഹ എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ മോചിപ്പിക്കുന്നു. ഔ മൂബിക്കുഹ, അല്ലെങ്കിൽ ആ ശരീരത്തിനെ നശിപ്പിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ ഫൈസ. നെക്സ്റ്റ് 26. وعن أبي سعيد سعد بن مالك الخدري رضي الله عنهما أن ناسا من الأنصار, അൻസാറുകളിൽ നിന്നും ഒരു സംഘമാളുകൾ, നാസൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘം, നിക്കറിയാണത്, ഏതോ ഒരു സംഘം. മിനൽ അൻസാർ, അൻസാറിൽ നിന്നും ഒരു സംഘമാളുകൾ, സഅലു, അവർ ചോദിച്ചു. ആരോട് ചോദിച്ചു? റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ തങ്ങളടുത്ത് എന്തെങ്കിലും ദാനം വേണം എന്നവർ ചോദിച്ചു, അല്ലെങ്കിൽ തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഫഅഅതാഹും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. സുമ്മ സഅലൂഹു, പിന്നെ വീണ്ടും അവർ ചോദിച്ചു, വീണ്ടും ചോദിച്ചു. ഫഅഅതാഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും നൽകി, പിന്നെയും നൽകി. ഹത്താ, ഏതുവരെ? നഫിദ, തീർന്നുപോയി. മാ ഇൻദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലുള്ളത് തീർന്നുപോയി. തങ്ങളുടെ കയ്യിലുള്ളത് തീർന്നുപോയി, അതുവരെ കൊടുത്തു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഹും, അവരോട് പറഞ്ഞു, ഹീന അംഫഖ കുല്ല ശൈഇൻ ബിയദിഹി, ഹീന അംഫഖ, നബി തങ്ങൾ ചെലവഴിച്ചു തീർന്നപ്പോൾ, കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും, ബിയദിഹി, കൈകൊണ്ട്,
സ്വന്തം കൈകൊണ്ട് എല്ലാം കൊടുത്തു തീർന്ന് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, മാ യകുൻ ഇൻദി മിൻ ഖൈരിൻ, മാ ഒരു വസ്തു, യകുന്നതുണ്ടായിരിക്കുന്നു, ഇൻദി എൻ്റെ അടുക്കൽ, മിൻ ഖൈരിൻ നന്മയാൽ, നല്ല കാര്യം, ഒരു സമ്പത്ത്, ഇവിടെ ഖൈർ എന്ന് പറഞ്ഞ സമ്പത്ത്, സമ്പത്തിനാൽ വല്ലതും എൻ്റെ കയ്യിലുണ്ടായാൽ, മന്മാമത്താമഹുമ ജസ്മ് ചെയ്യുന്നതാണ്, ഇവിടെ യക്കുൻ എന്നുള്ളതിന് ജസ്മി ചെയ്തു. ഫലൻ അദ്ദഖിറ, ലൻ ലൻ കണ്ടോ, മുളാരിയായ ഫീലാണ്, അദ്ദഖിറ ഞാൻ അത് സൂക്ഷിച്ചു വെക്കുകയില്ല, ഞാനത് സൂക്ഷിച്ചു വെക്കുകയില്ല, ഹു അതിനെ, അൻകും നിങ്ങൾക്ക് തരാതെ, നിങ്ങൾക്ക് തരാതെ ഞാനത് സൂക്ഷിച്ചു വെക്കുകയില്ല. ഓക്കെ. വമൻ യസ്തഅഫിഫ്, ആരെങ്കിലും യാചന നടത്താതെ, നിങ്ങളിപ്പോ ചോദിച്ചിങ്ങനെ ഓരോരുത്തരടുത്തും ഇങ്ങനെ ചോദിച്ചു വാങ്ങുകയാണ്, അത് ചെയ്യാതെ പരിശുദ്ധനായാൽ, യുഇഫഹുല്ലാഹ്, അള്ളാഹു അവനെ പരിശുദ്ധനാക്കും. ചിലർക്കൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടാവും, അതിങ്ങനെ ആളുകളോട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് വേണം ഇത് വേണം, ഒന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല, അതില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ യാചിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടി, അതൊരു നല്ലൊരു സ്വഭാവമല്ല എന്ന് നബി തങ്ങൾ പറയുകയാണ്. ആരെങ്കിലും യാചന നടത്താതെ പരിശുദ്ധതയെ തേടിയാൽ, യുഇഫഹുല്ലാഹു, അള്ളാഹു അവനെ പരിശുദ്ധനാക്കും. പറഞ്ഞാൽ അവന് യാചിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു എത്തിക്കുകയില്ല. ആരെങ്കിലും ഐശ്വര്യം പ്രകടിപ്പിച്ചാൽ, ഒന്നുമില്ല അവൻ്റെ കയ്യിൽ, സമ്പത്തൊന്നുമില്ല, പക്ഷേ അത് ആരെയും അറിയിക്കാതെ പടച്ച റബ്ബും അവനും അറിയുന്ന രൂപത്തിൽ, ഇപ്പം നല്ല ഡ്രസ്സും നല്ല രൂപത്തിലൊക്കെ ആയിരിക്കും നടക്കുക. ആളുകൾക്ക് ഇദ്ദേഹം ഭയങ്കര എന്താണ്, സമ്പന്നനാണ്, ദരിദ്രനല്ല എന്നുള്ള രൂപത്തിലായിരിക്കും നടക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലും മറ്റുമൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടാവും. അപ്പം എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ ആരെങ്കിലും ഐശ്വര്യം പ്രകടിപ്പിച്ചാൽ, യുഗ്നിഹില്ലാഹു, അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും, സമ്പത്തുള്ളവനാക്കും. ഇതെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് ആളോട് ചോദിച്ചു വാങ്ങാം, ആളുകളോട് പോയിട്ട് വാങ്ങാം, അങ്ങനെയുള്ള ഒരു രൂപമായി കഴിഞ്ഞാൽ അവൻ എന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഐശ്വര്യം നൽകാൻ, ദരിദ്രനാണ് എന്ന് വെക്കുക, നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ആളാണ്, അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അങ്ങനെ കണ്ടറിഞ്ഞ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാം, അതിന് തടസ്സമൊന്നുമില്ല. ആളുകളെടുത്ത് മുമ്പിൽ ഇങ്ങനെ പോയി പറഞ്ഞ് അങ്ങനെ അതൊരു അഭിമാനത്തിനൊരു കുറവുമാണല്ലോ. അപ്പം എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് പടച്ചവനോട് പറഞ്ഞ് അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഐശ്വര്യം തേടിയാൽ, ഐശ്വര്യം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹു അവൻ ഐശ്വര്യവാനാക്കും. വമൻ യതസബ്ബർ, ശ്രദ്ധിക്കണേ, ആരെങ്കിലും ക്ഷമ കൈക്കൊള്ളുന്നുവെങ്കിൽ, യുസബ്ബിറുഹുല്ലാഹു, അള്ളാഹു അവന് ക്ഷമ കൊടുക്കുന്നതാണ്. അപ്പോൾ ക്ഷമാശീലനായ ഒരാളാണോ, ക്ഷമ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയാണോ, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകും. യതസബ്ബർ, ആരെങ്കിലും ക്ഷമ കൈക്കൊണ്ടാൽ, യുസബ്ബിറുഹുല്ലാഹു, അള്ളാഹു അവനെ ക്ഷമാശീലനാക്കും. എന്നിട്ട് നബി തങ്ങൾ തുടരുകയാണ്, വമാ ഉഅ്തിയ അഹദുൻ, വമാ ഉഅ്തിയ നൽകപ്പെട്ടിട്ടില്ല, അഹദുൻ ഒരാളും, അത്വാഅൻ ഒരു കൊടുതിയും നൽകപ്പെട്ടിട്ടില്ല,
ഒരു അനുഗ്രഹവും നൽകപ്പെട്ടിട്ടില്ല, ഒരു സമ്മാനവും നൽകപ്പെട്ടിട്ടില്ല. ഖൈറൻ, ഉത്തമമായ ഒരു സമ്മാനം. വ ഔസഅ, ഏറ്റവും വിശാലവുമായ, ഉത്തമവും വിശാലവുമായ ഒരു സമ്മാനം ഒരാളും നൽകപ്പെട്ടിട്ടില്ല. മിനസ്സബരി, ക്ഷമയേക്കാൾ ഉത്തമമായ ഒരു സമ്മാനം ഒരാളും ഇതുവരെ നൽകപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ ധനികൻ എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാണ്. നല്ല സമ്പത്തുണ്ടാവും അദ്ദേഹത്തിന്, നീ വേണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ അദ്ദേഹം ദരിദ്രനാണ്. ഏറ്റവും വലിയ ധനികൻ ഉള്ളതുകൊണ്ട് ഖനാഅത്ത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖനാഅത്ത് നമ്മുടെ അദ്കിയയിൽ രണ്ടാമത്തെ ഉപദേശമാണ്. ഇത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹു തആല അവന് പല കാര്യങ്ങളും ക്ഷമ കൈക്കൊണ്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അളവറ്റ അനുഗ്രഹങ്ങൾ നൽകും. ഇനി നോക്ക്, നിങ്ങൾ അതും കൂടി പറയാം. ക്ലിയർ അല്ലേ? എവിടെ? 2, 3. ഫാത്തിമ, മുമ്പത്തത് കേൾക്കണേ, തുടക്കത്തിലുള്ളത് കേൾക്കും. ഓക്കെ അല്ലേ? വാൻ അബീ യഹ്യ, നോട്ട് ചെയ്യണം കേട്ടോ, അറിയാത്തത് നോട്ട് ചെയ്ത് വെക്കണം എല്ലാവരും. വാൻ അബീ യഹ്യ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അജബൻ, അത്ഭുതമാണ്, ലി അംരിൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. എന്തൊരത്ഭുതം! ഞാൻ മുഅ്മിനിന്റെ ഒരു കാര്യത്തിൽ അത്ഭുതപ്പെടുന്നു എന്ന് നബി തങ്ങൾ പറയാം. എന്താണങ്ങനെ പറയാൻ കാരണം? ഇന്ന അംറഹു, അവന്റെ കാര്യം, ഒരു മുഅ്മിനായ സത്യവിശ്വാസിയുടെ കാര്യം, കുല്ലഹു, മുഴുവനും, അവന്റെ എല്ലാ കാര്യവും, തഅ്കീദ്, അംറഹു കുല്ലഹു, അവന്റെ എല്ലാ കാര്യവും, ലഹു, അവനിക്ക്, ഖൈറുൻ, ഉത്തമമാണ്, ഖൈറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ അംറഹു കുല്ലഹു തൈക്കീദാക്കി പറഞ്ഞാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ, എൻ്റെ ഖബറാണ് ഖൈർ എന്നുള്ളത്. വലൈസ ദാലിക, ഈ ഒരു ക്വാളിറ്റി ഇല്ല, ലി അഹദിൻ, മറ്റൊരാൾക്കുമില്ല, ഇല്ലാ ലിൽ മുഅ്മിനി, മുഅ്മിനിക്കല്ലാതെ. അപ്പോൾ ഒരു മുഅ്മിന് അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അത്ഭുതമാണ്. ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ഗുണം മറ്റൊരാൾക്കുമില്ല, മുഅ്മിനീങ്ങൾക്കല്ലാതെ. ഇൻ അസാബത്ഹു, അവനിക്ക് എത്തിയാൽ, സറാഉ, സന്തോഷമുള്ള കാര്യങ്ങൾ എത്തിയാൽ, സന്തോഷമുള്ള അവസ്ഥ അവനെത്തിയാൽ, ശക്കറ, അവൻ നന്ദി ചെയ്യും, ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അങ്ങനെ അത് ഗുണകരമായി തീരും. വ ഇൻ അസാബത്തുഹു ലറാഉ, ഇനി അവന് പ്രയാസം എത്തിയാലോ, സറാ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ കാര്യങ്ങൾ, ലറാ എന്ന് പറഞ്ഞാൽ വിഷമം, പ്രയാസം അവനെത്തിയാൽ, സബറ, അവൻ ക്ഷമിക്കും, ഫകാന ഖൈറൻ ലഹു, അങ്ങനെ അത് അദ്ദേഹത്തിന് ഖൈറായിത്തീരും. അപ്പോൾ നന്മ, സന്തുഷ്ടനായാൽ, സന്തോഷമെത്തിയാൽ അതവന് ഖൈറാണ്. വല്ല പ്രയാസവും അവനെത്തിയാൽ അവൻ ക്ഷമിക്കും, അപ്പോൾ അതും അവനെന്താണ്? ഖൈറാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ,
വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിനി ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്ഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു റവാഹു മുസ്ലിമുൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇന്നത് മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും.